മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈശോയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന സുവിശേഷ ഭാഗമാണ് നമ്മൾ കേട്ടത്. ഇത് ചോദ്യം ചെയ്യാനുള്ള കാരണം നമ്മൾ ഇന്നലെ വായിച്ച സുവിശേഷ ഭാഗത്ത് കിടപ്പുണ്ട്. ഈശോ ദേവാലയത്തിലേക്ക് വരുന്നു, അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ അടിച്ചു പുറത്താക്കുന്നു. ഇത് കണ്ടപ്പോൾ മതനേതാക്കൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി. അപ്പോൾ അവരെല്ലാവരും കൂടി ഒത്തുകൂടി കർത്താവിൻ്റെ അടുത്ത്, ഈശോയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും, നീ എന്ത് അധികാരത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഞങ്ങൾക്കറിയണം എന്താണ് നിൻ്റെ അധികാരം. പലയിടങ്ങളിൽ ഈശോ തൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 28:18 നാം വായിക്കുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും എല്ലാറ്റിൻ്റെ മേലുള്ള അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6:38 നാം വായിക്കുമ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പിതാവായ ദൈവത്തിൽ നിന്ന് ലഭിച്ച അധികാരത്തിലാണ് ഈശോ ചെയ്യുന്നതെല്ലാമെന്ന്. അപ്പോൾ പലയിടങ്ങളിലും ഈശോ തൻ്റെ അധികാരം എന്തെന്ന് കൃത്യമായിട്ട് പറയുമ്പോൾ ഇവിടെ ഈശോ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. മറിച്ച് ഒരു മറു ചോദ്യത്തോടു കൂടിയാണ് ഈശോ അതിനുത്തരം കൊടുക്കുന്നത്. സത്യമായിട്ടും ഇവർ വന്നത് യേശുവിൻ്റെ അധികാരം എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോലുമല്ല. യേശുവിനെ ചോദ്യം ചെയ്യണം, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിൽ നിന്ന് അവനെ വിലക്കണം. പകലുള്ള ആലോചനയോടുകൂടി ഒരു സത്യത്തെ അറിയാനോ ഗ്രഹിക്കാനോ ഒന്നും ഇവരുടെ മനസ്സിലൊരാഗ്രഹം പോലുമില്ല. മറിച്ച് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം, അതിനുള്ള ആലോചന എടുത്തിട്ടാണ് ഈ നിയമജ്ഞരും മത പണ്ഡിതരൊക്കെ കർത്താവിനെ സമീപിക്കുന്നത്. അതിന് ഈശോ കൊടുത്ത മറുപടി, ഒരു ചോദ്യത്തെ മറ്റൊരു ചോദ്യം കൊണ്ടാണ് ഈശോ നേരിട്ടത്. ഈശോ ചോദിച്ചു, യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? ഇവർക്കറിയാം, തീർച്ചയായിട്ടും മനുഷ്യരിൽ നിന്നും അവർ പറയില്ല. കാരണം യോഹന്നാനിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ നിശ്ചയമായ ഒരു പ്രവാചകനാണെന്ന് എല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരുന്നൊരു സമയമാണ്. അപ്പോൾ അവർക്കത് പറയാൻ പറ്റില്ല. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് പറയേണ്ടി വരും. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യേശുവിൻ്റെ അധികാരത്തെ അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ട് എന്ത് ചെയ്തു? സത്യം അറിയാം, പക്ഷെ സത്യത്തിൻ്റെ മുമ്പിൽ അവർ മൗനം അവലംബിച്ചു. ഉണ്ടോ? അവർക്കറിയാവുന്ന ഒരു സത്യത്തെ പറയാൻ അവർ മടിക്കുകയാണ്. കാരണം എന്താ, പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് നഷ്ടമുണ്ടാകും. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഒരു സത്യം പലപ്പോഴും പറയാതിരിക്കുന്നതിന് കാരണം എന്നാണെന്നറിയോ? നമുക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ്. മറ്റുള്ളവർക്ക് നഷ്ടമുണ്ടാകുന്ന കാര്യത്തിൽ നമ്മൾ സത്യം പറയും, നമുക്കൊരു കുഴപ്പമില്ല. സത്യത്തെ ചോദ്യം ചെയ്യാനും സത്യം പറയാനും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് വ്യക്തിപരമായി എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായാൽ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ കണ്ട ഒരു കാര്യം, കേട്ട ഒരു കാര്യം, നമുക്കറിയാവുന്ന ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടാവുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ നുണ പറയും, അല്ലെങ്കിൽ മൗനം അവലംബിക്കും. അത് തന്നെയാണ് ഇവർ ചെയ്തത്. ഇനി യേശുവിൻ്റെ അധികാരം എന്താണ്? അതാണ് ഇതിനകത്തെ ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. യേശുവിൻ്റെ അധികാരം എന്താണ്? പിശാചുക്കളുടെ മേലെ യേശുവിന് അധികാരം ഉണ്ടായിരുന്നു. സുവിശേഷത്തിൽ ഉടനീളം നമ്മൾ കാണുന്ന യേശു പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നുണ്ട്. രോഗത്തിൻ്റെ മേൽ യേശുവിന് അധികാരം ഉണ്ടായിരുന്നു. പാപത്തിൻ്റെ മേൽ ഈശോയ്ക്ക് കൃത്യമായ അധികാരം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ പാപം മോചിക്കാൻ നിനക്ക് ആരാ അധികാരം തന്നെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ യേശുവിന് പാപത്തിൻ്റെ മേൽ അധികാരം ഉണ്ടായിരുന്നു. ഇന്നത്തെ ആദ്യ വായനയിൽ വിശുദ്ധ യൂദാസ് എഴുതി വെച്ചിരിക്കുന്നതാണ്, നമ്മെ പാപത്തിൽ വീഴാതെ നിഷ്കളങ്കരായി വിശുദ്ധരായി കാത്തു സൂക്ഷിക്കാൻ കർത്താവിൻ്റെ കാരുണ്യത്തിന് പറ്റും. ദൈവത്തിന് അധികാരമുണ്ടെന്ന് പറയുന്നത് എന്ത്? നാം പാപത്തിൽ വീഴാതെ നമ്മെ കാത്തു സൂക്ഷിക്കാൻ. അപ്പോൾ യേശുവിൻ്റെ അധികാരം എന്തെന്ന് സുവിശേഷത്തിൽ ഉടനീളം നമ്മൾ വായിക്കുന്നുണ്ട്. ഈ അധികാരത്തെക്കുറിച്ച് അവർ പലയിടത്തും ഈ മതപ്രമാണികൾ കണ്ടതാണ്. രോഗികളെ സുഖപ്പെടുത്തുന്നത്, രോഗത്തിൻ്റെ മേൽ അവർ അധികാരമുണ്ടെന്ന് ഇവർ കണ്ടതാണ്. പാപം മോചിപ്പിച്ച് ചിലർക്ക് സൗഖ്യം നൽകുന്നത് ഇവർ കണ്ടതാണ്. അപ്പോൾ പാപത്തിൻ്റെ മേൽ അധികാരമുണ്ടെന്ന് ഇവർ കണ്ടതാണ്. പിശാചുകളെ ബഹിഷ്കരിച്ചിട്ട് അവയുടെ മേൽ അധികാരമുണ്ടെന്ന് ഈശോ വെളിപ്പെടുത്തിയാണ്, അതുവരെ കണ്ടതാണ്. പക്ഷേ ഈ സത്യം അംഗീകരിക്കാൻ ഇവർ തയ്യാറല്ലെന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസത്തിൽ യേശുക്രിസ്തുവിൻ്റെ അധികാരത്തെ ഒരു ദൈവ പൈതൽ അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ യേശുക്രിസ്തുവിലൂടെ പൂർത്തിയായത് നമ്മിലൂടെ പൂർത്തിയാകും. യേശുക്രിസ്തുവിനെ വിശ്വാസത്തിൽ അവൻ്റെ അധികാരത്തെ അംഗീകരിക്കുമ്പോൾ, പിതാവായ ദൈവം നൽകിയ അധികാരത്തിൽ ഈശോ ചെയ്തതുപോലെ യേശുക്രിസ്തു എനിക്കും നിങ്ങൾക്കും മാമോദീസായിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന ദൈവമക്കളെന്നുള്ള, പുരോഹിതരെന്നുള്ള ആ ഒരു അധികാരമെടുത്ത് നാം യേശുക്രിസ്തുവിൻ്റെ അധികാരത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കാം, രോഗികളെ സുഖപ്പെടുത്താം, വചനം പ്രസംഗിക്കാം, പാപത്തെ ബന്ധിക്കാനൊക്കെ അധികാരം സ്വർഗം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രമാത്രം യേശുക്രിസ്തുവിൽ അധികാരമുള്ളവരാണ് എന്നറിയുന്നിടത്താണ് ഈ അധികാരം നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുക. ഞങ്ങൾ ഈ കഴിഞ്ഞ 2 ദിവസം ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ഞാൻ അറിയുന്ന ഒരു വൈദികനെ കാണാൻ പോയി. വലിയൊരു കോളേജിൻ്റെയും സ്കൂളുകളുടെയൊക്കെ അഡ്മിനിസ്ട്രേറ്ററാണ്.
അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഈ അഡ്മിനിസ്ട്രേഷൻ്റെ കൂടെ തന്നെ സുവിശേഷ പ്രഘോഷണം ചെയ്യുന്നുണ്ട്, ഡെലിവറൻസ് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടയ്ക്ക് അച്ഛൻ പറഞ്ഞാണ്, ഞാൻ ഈ കോമ്പൗണ്ട് ചുറ്റും പ്രഖ്യാപിച്ചിരിക്കുകയാണ് പിശാചിൻ്റെ ഒരു പ്രവൃത്തിയിലൂടെ നടക്കാൻ പാടില്ലെന്ന്. ഒത്തിരി ടീച്ചേഴ്സും ഒത്തിരി അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് പുള്ളി പറയാം, ഞാനിവിടെ ഈ കസേരയിൽ ഇരുന്ന് എല്ലാ ദിവസവും രാവിലെ വരുമ്പോൾ അധികാരത്തോടെ പ്രഖ്യാപിക്കും, ഇന്ന് ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു പൈശാചിക പ്രവർത്തനം നടക്കാൻ പാടില്ല എന്ന് അധികാരത്തോടെ പ്രഖ്യാപിക്കുകയാണ്. അത് അതുപോലെ തന്നെ നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിലും അവൻ്റെ പരിശുദ്ധിയിലും അവനിലുള്ള വിശ്വാസത്തിലും ഒരു ദൈവ പൈതൽ ആജ്ഞാപിക്കുമ്പോൾ പിശാചുക്കൾ വിട്ടുപോകണം എന്നുള്ളതാണ്. പാപത്തിൻ്റെ മേൽ അധികാരം കർത്താവ് തന്നിട്ടുണ്ട്. അതുകൊണ്ടല്ല, പാപത്തിൽ വീഴാതെ യേശുക്രിസ്തുവിൽ ആയിരിക്കുന്നവനെ ദൈവം സംരക്ഷിക്കുന്നു. യേശുക്രിസ്തുവിൽ ആയിരിക്കുന്നവനെ സ്വർഗം സംരക്ഷിക്കുന്നു, പാപത്തിൽ വീഴാതെ. അപ്പോൾ പാപത്തിൻ്റെ മേൽ ഒരു സംരക്ഷണമുണ്ട്. പിന്നെയോ, രോഗത്തെ ശാസിക്കാൻ യേശുവിൻ്റെ നാമത്തിന്, എല്ലാ രോഗങ്ങളുടെ മീതെ കർത്താവിൻ്റെ നാമത്തിന് അധികാരമുണ്ട്. അതുകൊണ്ടാണല്ലോ അപ്പസ്തോലന്മാര് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സുന്ദര കവാടത്തിലിരുന്ന ജന്മനാ മുടന്തനായ ഒരുവനെ കണ്ടപ്പോൾ പത്രോസ് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ സ്വർണമില്ല, വെള്ളിയില്ല, പക്ഷെ ഒരു നാമമുണ്ട്. ആ നാമത്തിൻ്റെ അധികാരം ഞങ്ങളിലുണ്ട്. അധികാരത്തോടെ പത്രോസ് എന്ത് ചെയ്തു? ജന്മനാ മുടന്തനാവിനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. അവൻ തക്ഷണം അവൻ്റെ കൈകാൽ മുട്ടുകളൊക്കെ ബലം പ്രാപിച്ചു, അവൻ സൗഖ്യം പ്രാപിച്ചു. ഏത്? യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ. കണ്ടോ? അപ്പോൾ എത്രമാത്രം യേശുവിൻ്റെ നാമത്തിൻ്റെ, അവൻ്റെ വചനത്തിൻ്റെ ശക്തി ഒരു ദൈവപൈതൽ വിശ്വാസത്തിൽ അംഗീകരിക്കുകയും യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ജീവിതത്തിൽ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ യേശു ചെയ്തതെല്ലാം നമ്മളിലൂടെ പിതാവായ ദൈവം പൂർത്തീകരിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ ചെയ്തതിലും ഉപരിയായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യും എന്നാ പറഞ്ഞത്. ഞാൻ ചെയ്തതിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ഈശോ പറഞ്ഞു. എങ്ങനെ? പരിശുദ്ധാത്മാവിലൂടെ. കേട്ടോ? അപ്പോൾ സ്വർഗത്തിൻ്റെ പദ്ധതിക്കും സ്വർഗീയ ഹിതത്തിനും ഒരു ദൈവ പൈതൽ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്താൽ ഒരു ദൈവ പൈതൽ നിറയുമ്പോൾ, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലും അവൻ്റെ അധികാരത്തിലും ഒരു ദൈവ പൈതൽ ആയിരിക്കുമ്പോൾ യേശുവിൻ്റെ എല്ലാ അധികാരവും അവന് നൽകപ്പെടുകയാണ്. ഈ ഭൂമിയിൽ യേശുവിൻ്റെ അധികാരം നമുക്കുണ്ട്, യേശു നമ്മളിലുണ്ട് എങ്കിൽ. അതുകൊണ്ട് ഈ അധികാരത്തിൽ വ്യാപരിക്കാൻ സ്വർഗം നമ്മളെ ക്ഷണിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ അധികാരത്തിൽ ജീവിക്കാൻ, പിശാചുക്കളോടും രോഗത്തോടും തിന്മയോടും പാപത്തോടൊക്കെ അധികാരത്തോടെ കൽപ്പിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.